ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഒരു നാച്ചുറൽ ഹെയർ ഡൈ തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇത് അകാല നരയുള്ളവർക്കും അതുപോലെ തന്നെ നോർമലായിട്ടുള്ള നരയുള്ളവർക്കും ഒക്കെ ഒരേപോലെ യൂസ് ചെയ്യാവുന്നതാണ്. 100% നാച്ചുറലാണ്, സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ശരിയായിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയും കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ നമുക്കൊരു 100% റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വീഡിയോ ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ആരെങ്കിലും പുതുതായിട്ട് വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് എങ്ങനെ തയ്യാറാക്കണം നോക്കാം. ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം തന്നെ 2 സ്പൂൺ, വലിയ സ്പൂണൊന്നും അല്ല, കുഞ്ഞു സ്പൂണ് 2 സ്പൂൺ കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇതേ സ്പൂണിന് 1 സ്പൂൺ ചായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു ഹെന്നയുടെ മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ആ പൊടികളുടെ ആ ഒരു കളറെല്ലാം തന്നെ ആ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് നന്നായിട്ട് ഒന്ന് കുറുകി വരണം. ഇപ്പം ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. വറ്റിച്ചിട്ട് നമുക്ക് 1 ഗ്ലാസ് വെള്ളമാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അപ്പോൾ ആ ഒരു വറ്റിച്ചെടുത്ത വെള്ളമാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്കൊരു ഇരുമ്പ് ചട്ടി തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഹെന്ന തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതെന്ന് പറയണത്. അപ്പോൾ ഇരുമ്പ് ചട്ടിയിലിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മൈലാഞ്ചിപ്പൊടി അഥവാ ഹെന്ന പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതേ സ്പൂണിന് 1 സ്പൂൺ നെല്ലിക്ക പൗഡറും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താണ്. അപ്പോൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. തീ ഒട്ടും കൂട്ടി വയ്ക്കാതെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ചൂടാക്കി എടുത്തിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഗുണം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുക. കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മിക്സ് എന്ന് പറയുന്നത് നാളെ രാവിലെയാണ് നമ്മൾ തലയിൽ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഇത് തയ്യാറാക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇരുമ്പ് പാത്രത്തിൽ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതല്ല മറ്റൊരു പാത്രത്തിലാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം ഇരുമ്പ് ഇട്ടിട്ട് സൂക്ഷിച്ച് വയ്ക്കുക. എന്നിട്ട് അത് യൂസ് ചെയ്ത ശേഷം വെറുതെ ഷാമ്പു ഒന്നും ഇടാതെ വെറുതെയാണ് കഴുകിക്കളയേണ്ടത്. വെറുതെ വെള്ളത്തിലാണ് കഴുകിക്കളയേണ്ടത്. എണ്ണമയമില്ലാത്ത മുടിയിൽ വേണം അത് യൂസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ നമ്മൾ ആ മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മുമ്പ് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ തേയിലയുടെയും കാപ്പിയുടെയും വെള്ളം ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു പേസ്റ്റ് പരുവത്തിൽ വേണം, ആ ഒരു ക്രീമി പരുവത്തിൽ വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഡ്രൈ ആവും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അടുത്തായിട്ട് നമ്മൾ നീലയാമരയുടെ പൊടിയാണ് ചൂടാക്കി കൊടുക്കുന്നത്. ഹെന്ന പൗഡർ എടുത്തിട്ടുള്ള അതേ ഒരു അളവിൽ 2 ടേബിൾ സ്പൂൺ അളവിലെടുത്തിട്ടാണ് ചൂടാക്കുന്നത്. നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ച് തന്നെ മിക്സ് ചെയ്യാവുന്നതാണ്. തേയില വെള്ളത്തിൻ്റെയോ കാപ്പി വെള്ളത്തിൻ്റെയോ ഒന്നും തന്നെ ആവശ്യമില്ല. ജസ്റ്റ് മിക്സ് ആക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അപ്പം തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യ ദിവസം നന്നായിട്ട് ഷാമ്പൂ ഇട്ട് കഴുകി ഉണക്കിയ മുടിയിലോട്ട് ഹെന്ന യൂസ് ചെയ്യുന്നു. അതിനുശേഷം പിറ്റേന്നാണ് ഈ നീലയമരയുടെ മിക്സ് ഇടേണ്ടത്. അതിൻ്റെ ഇടയിൽ നമ്മൾ എണ്ണ തേക്കുകയോ ഒന്നും ചെയ്യരുത്. വെറുതെ വെള്ളത്തിലായിരിക്കണം ഹെന്ന കഴുകിക്കളയേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ ഈ നീലയമരയുടെ മിക്സ് യൂസ് ചെയ്തിട്ട് അതും വെറുതെ വെള്ളത്തിലായിരിക്കണം കഴുകിക്കളയേണ്ടത്. അപ്പോൾ എല്ലാം നന്നായി ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. പിന്നെ ഒരു ദിവസം നമ്മൾ ഹെന്ന ചെയ്തിട്ട് മുടി നന്നായി ചുവന്ന് വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണയും കൂടെ മുടിയിൽ ഹെന്ന യൂസ് ചെയ്യുക. അതിനുശേഷം പിറ്റേന്ന് മാത്രം ഇത് യൂസ് ചെയ്യുക.